ബാവളിയാ ബാവളിയാ അല്ല ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ ബാബുളിയാന്ന് വിളിക്കല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാബുളിയാന്ന് വിളിച്ചതല്ല, പിന്നെ ബാബുളിയാ. എന്താണ്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതെ, ഒരു പണി കിട്ടി. പണി കിട്ടിയ പണിക്ക് പോണം. ഇവിടെ ഓരോരുത്തർക്ക് പണി ഇല്ലാഞ്ഞിട്ട്. അതല്ലെന്ന്, ഒരു 8ന്റെ പണി കിട്ടി. എന്ത്? വീട്ടിൽ ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? അതെ, എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ പൊന്ന് സുഹൃത്തെ, ഞാൻ അതിനും വലിയ പ്രശ്നത്തിലാണ്. അല്ലല്ല, അങ്ങനെ പറയല്ലേ. നിനക്ക് എന്താ പ്രശ്നം? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ അമ്മക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവള് വീട്ടിൽ പോയിരിക്കുക. അവള് വീട്ടിൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അതങ്ങനെയാണ്. അവര് വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഉറക്കം വരില്ല. അതാണ് സ്നേഹമുള്ള ഭർത്താവ്. അതല്ലെന്ന്, അവള് പോയപ്പോ വീട് കൂട്ടി താക്കോലോട്ട് അവള് പോയത്. പിന്നെ ഞാനെങ്ങനെ അവിടെ കിടന്നുറങ്ങും? അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല. അതെ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഒരു അബദ്ധം പറ്റി. വൈഫ് ഞാനുമായിട്ട് ചെറിയ ഒരു കൺക്ലൂഷൻ. എന്താണ്? അതായത് ഇന്നലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം, ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ചുമ്മാ നിൽക്കുവാണേ. അപ്പൊ അപ്പുറത്തൊരു പെണ്ണ് നിൽക്കുന്നു. ഒരു പെണ്ണ് അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഒരു പെണ്ണല്ലേന്ന് ഓർത്ത് ഇങ്ങനെ ചിരിച്ചു കാണിച്ചു. എനിക്കറിയാലോ. അതാ. അപ്പൊ ആ കൊച്ചു എന്നെ ചിരിച്ചു കാണിച്ചേ. ചിരിച്ചു കാണിച്ചു. അപ്പൊ ഞാനത് കുഴപ്പമില്ലല്ലോ, നല്ല കൊച്ചായിരിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ച്. ഒന്നും ഉദ്ദേശിച്ചു വെച്ചല്ല, ഇങ്ങനെ ഒന്ന് വെച്ച്. ആ കൊച്ചപ്പ് തിരിച്ച് ഇങ്ങനെ ഞാനാകപ്പാട് അയ്യോടാന്ന് പീടാ. നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ആ കേസ് വിട്ട്. കാരണം ഇനി പെൺപിള്ളേരെ കമന്റ് അടിച്ചെന്നും പറഞ്ഞ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി എന്തിനു വെറുതെ ചീത്തപ്പേരുണ്ടാക്കണം? എനിക്കറിയാലോ നിന്നെ. അതാണ് ഞാൻ നേരെ ബസ്സിൽ കയറി പോന്ന് വെച്ച്. ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് കണ്ടടക്ക് പൈസ നീട്ടിയപ്പം തൊട്ടടുത്താ കൊച്ചിരിക്കുന്നു എന്റെ സീറ്റ്. അല്ലാണ്ട് നീ വളച്ചുകൊണ്ട് വന്നിരുത്തിയത്? അയ്യേ, അങ്ങനെ അല്ലല്ല, വളയ്ക്കണല്ലോ. നിനക്ക് എന്നെ അറിയാലോടാ. അല്ല, നിന്നെ അപ്പൊ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞാ പിന്നെ 2 ടിക്കറ്റ് എടുത്തു. കാരണം നമ്മളവിടെ അതാ അതിന്റെ ഒരു ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കുകയും ചെയ്ത് നമ്മൾ ബസ്സിൽ ഇറങ്ങി. ഞാൻ ടൗണിൽ ഇറങ്ങി. ഞാൻ നേരെ സിനിമക്ക് പോയി. സിനിമാ തിയേറ്ററിൽ ചെന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിന്നപ്പം തൊട്ടപ്പുറത്ത് അവിടെ നിൽക്കുന്നു. അപ്പൊ അവിടെ നിന്നപ്പോ ഞാൻ നമ്മളുമായിട്ടൊന്ന് ചിരിച്ചതാണല്ലോ, ഒന്നും സംസാരിച്ചില്ലെങ്കിലും കാണിച്ചതാണല്ലോ എന്നോർത്ത് ഞാനൊരു ടിക്കറ്റ് അങ്ങ് എടുത്തു കൊടുത്തിട്ട് ഒന്ന് കൊച്ചു പോയി സിനിമ കണ്ടോന്ന് പറഞ്ഞു. മര്യാദ. അപ്പൊ ഞാൻ അതുവഴി നേരെ കയറി അപ്പുറത്തോടെ കയറി. ഞാൻ തിയേറ്ററിനകത്ത് കയറിയിരുന്നേ. തിയേറ്ററിനകത്ത് കയറുന്ന സിനിമയൊക്കെ എഴുതി കാണിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോ ആ കൊച്ചു എന്റെ സൈഡിൽ ഇരിക്കുന്ന സീറ്റ്. നീ വളച്ചുകൊണ്ട് സിനിമ? അയ്യോ, അല്ല, വളച്ചല്ല. അതല്ല, സംഭവം അടുത്തിരിക്കുന്ന കണ്ടപ്പം ഞാൻ പിന്നെ സിനിമയും കാണാൻ പറ്റിയില്ല. ആ കൊച്ചിന്റെ തോളത്തോടെ ഉറങ്ങിപ്പോയി. അങ്ങനെ അവിടുന്ന് ഒരു കണക്കിന് വീട്ടിൽ ചെന്നു. വീട്ടില് എന്തൊരു പ്രശ്നമാണെന്നറിയാമോ? എന്ത് വീട്ടിലെന്താ പ്രശ്നം? വൈഫിന് ഭയങ്കര സംശയം. ഇന്ന് ഷർട്ടെല്ലാം എടുത്തപ്പോഴത്തേക്ക് ടിക്കറ്റിന്റെ 2 കൗണ്ടർ ഫോയിൽ കിടക്കണം. സംശയിക്കും. ഏത് പെണ്ണുമായിട്ടാണോ സിനിമയ്ക്ക് പോയെന്നും പറഞ്ഞ് വഴക്ക്. അത് വഴക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ ആണുങ്ങൾ തെറ്റിദ്ധരിച്ച ഒരു ഭാര്യയാണോ ഇതൊക്കെ? അവളൊരു ഭാര്യ അല്ല. ഞാൻ പറയണത് ആണുങ്ങളെ ഇങ്ങനെ സംശയിക്കരുത്. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് നിന്നെ അറിയാലോ. അതാണ് നിനക്കറിയാം. അപ്പൊ ഞാൻ പറയണതേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അളിയൻ. അളിയൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ എന്റെ അടുത്ത് പറയാം. എന്നാന്നറിയാമോ? അവൾ അഥവാ കണ്ടു കഴിഞ്ഞാ നിങ്ങൾ പറഞ്ഞ കേക്കോ. അതുകൊണ്ടാ നമ്മൾ രണ്ടും കൂടെയാണ് സിനിമയ്ക്ക് പോയെന്നും അടിച്ചത്. നമ്മൾ രണ്ടുപേരും കൂടെയാണ് സിനിമയ്ക്ക് പോയെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ആ പ്രശ്നം അവിടെ തീരും. അതെങ്ങനെയാണ് ശരിയാണ്? ഞാൻ സിനിമക്ക് പോയിട്ടില്ല. പിന്നെ ഈ പെണ്ണുങ്ങളുടെ സംശയം മാറ്റാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ടാണ് പറയണത്, ഒന്ന് സഹായിക്കന്നെ. നമ്മൾ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോയി ഇന്നലെ ചായ കുടിച്ച് പിരിഞ്ഞു. അത്രേ ഉള്ളൂ സംഭവം. അത്രേ ഉള്ളൂ. ടിക്കറ്റ് നമ്മൾ എടുത്ത ടിക്കറ്റിന്റെ കൗണ്ടർ പോയി. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇത്ര പ്രശ്നം എനിക്ക് നിന്നെ അറിയാലോ. അയ്യോ, ചേട്ടനൊരു കാര്യം അറിയാം? ഇങ്ങനെ തേനെ പാലയെന്ന് പറഞ്ഞ് വളർത്തിയ ആളാ ഞാൻ. എന്നിട്ട് ഇങ്ങനെ ഏതോ ഒരു പെണ്ണിനോട് സിനിമയ്ക്ക് വെക്കുന്ന അറിയാമോ? നിങ്ങൾ മിണ്ടരുത്. ഇങ്ങനെ മിണ്ടത്തില്ല. ഇങ്ങനെ ഒരു അക്ഷരം എന്റെ അടുത്ത് പെടത്തില്ല. എന്താണെന്നറിയോ? ഇങ്ങനെ കുറ്റം ചെയ്തവനാ. അവന്റെ നാക്കിറങ്ങി. മിണ്ടരുത്. നീ മിണ്ടരുത്. ഇവനെ ഞാൻ പറയാം. നീ മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടി സിനിമക്ക് പോയി. സിനിമ കണ്ട് നമ്മൾ വന്നു. അതുവരെ ഒരു പ്രശ്നമില്ല. ഇന്ന് നേരം വെളുത്തപ്പോ നിന്റെ പറ്റി എന്താണ് ഇത്ര പ്രശ്നം? അതെ,
എനിക്കറിഞ്ഞൂടാ. ചേട്ടാ എന്താ ഇപ്പൊ പറഞ്ഞേ? ഞങ്ങൾ രണ്ടും കൂടി സിനിമക്ക് പോയി. ഇന്നലെ സിനിമക്ക് പോയിട്ട് വന്ന് ഇന്ന് രാവിലെ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ആ ചേട്ടനാണോ സിനിമയ്ക്ക് പോയത്? പിന്നല്ലാണ്ട് അല്ല ഈ പുള്ളിയോട് ചേട്ടനാണോ സിനിമയ്ക്ക് പോയത്? പിന്നല്ലാണ്ട് എനിക്ക് ഇവൻ സിനിമക്ക് ഒറ്റക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ മണ്ണെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടി പോയി. ഞങ്ങൾ കണ്ട്. ശരിക്കും ചേട്ടനാണോ? പിന്നല്ലാണ്ട് എന്നെ തെറ്റിദ്ധരിക്കുന്നു. എന്റെ പൊന്നിനെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയില്ല പൊന്നെ. ഈ വടി കൊണ്ട് എത്ര അടി എന്റെ പൊന്നിനെ ഞാൻ ചറപറാന്ന് അടിച്ചത്. ഞാൻ പറഞ്ഞില്ലേ പൊന്നെ മിണ്ടരുത്. പൊന്നോട് ക്ഷമിക്കണം. ഞാൻ പറയട്ടെ. മിണ്ടരുത് പൊന്നെ, എന്നോട് മിണ്ടല്ലോ പൊന്നെ. ഞാനാണ് പൊന്നിന്റെ കാല് പിടിച്ച മാപ്പ് പറയുന്നത്. എനിക്ക് മാപ്പ് തരുമോ പൊന്നെ? എനിക്ക് വേണ്ട പൊന്നെ, എന്നുള്ള സംശയം തീർന്നില്ലേ? അത്രേ ഉള്ളൂ. അത് നമ്മള് കണ്ടോ ഞാൻ എന്തെല്ലാം തെറ്റിദ്ധരിച്ചെന്നറിയോ? നിങ്ങൾ ഏത് സിനിമയ്ക്കാ പോയേ? ഏത് സിനിമയ്ക്കാ പോയേ? എല്ലാ സിനിമയും മലയാള സിനിമയ്ക്കാ പോയെന്ന് എനിക്ക് മനസ്സിലായി. ഏത് സിനിമയ്ക്കാ പോയേ? ന്യൂ ജനറേഷൻ സിനിമ. ഇപ്പൊ പിള്ളേരൊക്കെ അറിയല്ലേ, ബൈക്ക് ചാടി നിൽക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു സിനിമ. അല്ല ന്യൂ ജനറേഷൻ സിനിമ അത് ഞാൻ സമ്മതിച്ചു. ഏത് സിനിമയ്ക്കാ പോയേ? ഇങ്ങനെ നിൽക്കുന്ന ഒരു പുള്ളിയില്ലേ, ലാലേട്ടൻ. ലാലേട്ടന്റെ ഇതില് മറ്റേ കളിയല്ലേ എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള? ലാലേട്ടന്റെ സിനിമയ്ക്ക് പോയിട്ട് ഏത് സിനിമയെന്ന് പറ. സിനിമയുടെ പേര് ഞാൻ പറയാം, ചേട്ടൻ കാണിക്കും. മരം. മരമുണ്ട്. ഒരു കാറ്. മരവും കാറും ഉണ്ട്. ആ പടത്തെ സിനിമ ഉറപ്പായിട്ടും മരവും കാറും ഉണ്ട്. സിംഹം അതായിരുന്നു കണ്ടേ? അമ്പൂര് അടിച്ചിരിക്കുന്നു. അല്ല ആ സിനിമയൊക്കെ റിലീസായിട്ട് ഒത്തിരി കാലം ആയില്ലേ? എപ്പോഴും തിയേറ്ററിലുണ്ടോ? അത് രണ്ടാമത് ഇവൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ഞാനൊരു പ്രിന്റ് എടുത്ത് കാണിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം. ആണോ? എന്നാലും എന്റെ പൊന്നിനെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചോളൂ. മരക്കാർ അറബിക്കടലിലെ സിംഹമായിരുന്നു പൊണ്ണ് കാണാൻ പോയത്. ഞാൻ എന്തെല്ലാം തെറ്റിദ്ധരിച്ചെന്നറിയോ? ഇതാണ് ചേട്ടാ ആണല്ലേ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ഇങ്ങനെയാണ്. ചുമ്മാ എല്ലാ കാര്യത്തിനും അങ്ങ് തെറ്റിദ്ധരിക്കും. മനസ്സിലായില്ല, ഞാനും എന്റെ കൂട്ടുകാരനും കൂടെയാണ് പോയെന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ. എന്നെ ഇത് ഓർമ്മിപ്പിക്കല്ലോ, ഞാനങ്ങ് എന്തോ തെറ്റുകാരിയായി പോയി. എന്നാലും എന്റെ പൊന്നിനെ ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു. പിന്നെ നാളെ സിനിമയ്ക്ക് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോണേ. അവൾ വന്നില്ലെങ്കിൽ കൊണ്ടുപോവാ. അല്ല പാളിയം വന്നില്ലെങ്കിൽ കൊണ്ടുപോവാ. പിന്നെ പൊന്നിന് ഞാൻ വീട്ടിലെല്ലാം ഉണ്ടാക്കി വെക്കാം കേട്ടോ. പൊന്നിന് ഇഷ്ടപ്പെട്ട ചോറും ചിക്കൻ കറിയും പാൽപ്പായസം ഉണ്ടാക്കി വെക്കാവേ. നല്ല കോമ്പിനേഷൻ ആണല്ലോ. സംശയമൊന്നും ഇല്ലല്ലോ, തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ. എന്നാ പോട്ടെ, ചോറുണ്ണാൻ പറഞ്ഞ കേട്ടോ. ഉണ്ണാമായോ മച്ചൂനനെ? അതൊക്കെ ഉണ്ട്, വാ. അയ്യോ സൂപ്പർ, നന്നായിട്ട് പെർഫോം ചെയ്തു. അല്ലെങ്കിൽ എന്റെ ജീവിതം അങ്ങ് പോയേനെ. എപ്പോഴും എന്നെ ഇങ്ങനെ കിട്ടിയല്ലേ, ഞാൻ കാര്യം പറഞ്ഞേക്കാം. അബദ്ധം പറ്റിപ്പോയതല്ലേ. ഏതായാലും വേറെ സംഭവം ഉണ്ട്. എന്റെ ഭാര്യക്ക് ഇപ്പൊ എന്നോട് ഒരു സംശയവും ഇല്ല. അത്രയും കിട്ടിയാൽ മതി, മനസ്സിലായി. ഞാനും വേറൊരു പെണ്ണുമായിട്ടാണ് സിനിമയ്ക്ക് പോയെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഇല്ല. ഞാൻ പിന്നെ അളിയനോടൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇനി ആരെങ്കിലും വന്ന് ഞാനും അളിയന്റെ ഭാര്യയും കൂടെയാണ് സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കരുത്.